ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കപ്പയും ബീഫും, കപ്പ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം, കപ്പയും ബീഫെന്നും പറയാം. എന്നിട്ടാണെങ്കിലും പറയാം കേട്ടോ. നിൽക്കണില്ല. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ കാണിക്കാം. കാണാണ്ടെന്ന് പറയാം. കപ്പ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കപ്പയല്ല, ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്, കപ്പയും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ആദ്യം ചേർക്കാം. ആദ്യം 2 സബോള, പിന്നെ അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് 4 ഇടാം. ഇറച്ചി തനിയെ വേവിച്ചിട്ട് പിന്നെ കപ്പിട്ടാൽ മതി. ഒരു 2 തക്കാളി, പിന്നെ 2 സ്പൂണ് കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള മുളക് കേട്ടോ. ഇനി കപ്പയിൽ മുളകിട്ടില്ല, വേവിച്ച് എനിക്ക് തട്ടുള്ളൂ. 2.5 ഇരിക്കട്ടെ. 2.5 സ്പൂണ് മുളകിട്ടുണ്ട്. കപ്പയിലേക്ക് നല്ല എരിവാണത്. മൂന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. അടുത്തത് ഗരം മസാല പൗഡർ 1 സ്പൂൺ ഇടാം കേട്ടോ. പിന്നെ പോരാത്തത് നമുക്ക് താളിക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഉപ്പിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല തിരുമ്മ, കൈ കൊണ്ട് നല്ല തിരുമ്മിയിട്ട് ഇത് ആദ്യമേ ഒഴിക്കാം കേട്ടോ. അപ്പോൾ തന്നെ നല്ല മണം വരും. തിരുമാൻ തുടങ്ങി എല്ലാം നല്ല മണമുള്ള സാധനങ്ങളാണല്ലോ. കറി മസാല ഒക്കെ നമ്മൾ പൊടിക്കണതാ വീട്ടിൽ. ലൈവ് ഇടാന്ന് വിചാരിച്ചതാ. ലൈവ് ഇടുമ്പോൾ പെട്ടെന്ന് വയ്യാണ്ടായി, തലച്ചിട്ട് ഛർദ്ദിക്ക്. പിന്നെ ഞാൻ ലൈവ് ഓഫ് ചെയ്ത് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ട് നമുക്കത് അടിക്കാം. നമുക്കൊരു മൂടാട്ടോ. നമുക്ക് കാണാണ്ടാണോ? കാണാണ്ടല്ലേ. ഇത് മുന്നിലേക്ക് നീക്കി വയ്ക്കും. ഇപ്പം നമുക്ക് ഈ കപ്പ തനിയെ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി വെക്കാം കേട്ടോ. വെള്ളത്തോടെ ഈ കുക്കറിൽ നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. കുറച്ച് വെള്ളത്തോടെ ഇരിക്കട്ടെ, ഊറ്റി കളയാനുള്ളതന്നെ. അങ്ങനെ ഇടാൻ പാടില്ല. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇടാം. നമ്മുടെ ബീഫിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. ഇത് ഊറ്റി കളയാൻ എന്നാലും നല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അപ്പോൾ ഇത് വേവട്ടെ. ഇപ്പം നമ്മുടെ കപ്പൊക്കെ നല്ല വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം അത് കുക്കർ വയ്ക്കുക.
കുക്കറിലേക്ക് അതിട്ടു. ഇതിൻ്റെ മേലെ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ബീഫ് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ടും വെന്തത് തന്നെ കേട്ടോ, എന്നാലും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ കപ്പയിൽ. ഇത് സിമ്പിളായിട്ടുള്ള കപ്പ ബിരിയാണിയാണ് കേട്ടോ. അതിൽ തേങ്ങ ഒന്നും വറുത്ത് ചേർത്തിട്ടില്ല, വറുത്തരച്ചിട്ടുമില്ല. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് വെക്കാൻ പറ്റണതാണ്. ഒരു കുക്കറിൽ കപ്പ വേവിക്കുക, ഒരു കുക്കറിൽ ഇറച്ചി വേവിക്കുക. നല്ല കുഴന്ന് തന്നെ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇത് തിളച്ച് നമുക്കിത് താളിക്കാം. ഈ അടുപ്പമൊക്കെ ഇരിക്കട്ടെ. താളിക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി കറിവേപ്പില മാത്രം, അവസാനം ഗരം മസാല പൗഡർ ഇടാം. ഇതിലിത്തിരി ഗരം മസാല പൗഡർ. മണമൊക്കെ കുക്കർ അടിച്ചപ്പോൾ എല്ലാം പോയി. നല്ല എരിവൊക്കെ കറക്റ്റാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എരിവ് അധികം ഇട്ടു, കപ്പയിലെത്തിരി എരിവ് അധികം ഇട്ടു. അപ്പം ഇതിനുള്ള എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണ്. നമുക്കിത് മണത്തിന് താഴ്ച ഒഴിക്കുക. എത്ര പണിയാണ്. ഭയങ്കര കട്ടി. നമുക്ക് കുറച്ച് ഇതിലേ ഇറച്ചി വേവിച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ല കപ്പയായിട്ടാണ്. ബീഫും നല്ലതാണ്, കപ്പയും നല്ലതാണ്. ഞാൻ കുറച്ച് ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് കഴിച്ചു. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇവിടുത്തെ രണ്ട് കഷ്ണം ഒരു കാര്യം. ഉള്ളിപ്പിടാം. അതിന് വെക്കുന്നതാണ്. നല്ല കൊഴുന്നതിനെ വന്നിട്ടുണ്ട്. കാണാണ്ടോ നിങ്ങൾക്ക്? താളിച്ചിട്ട് കാണിച്ചാലേട്ടാ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
ഇപ്പോൾ കുറച്ച് ഇതിൽ ഗരം മസാല പൗഡർ ഇടാം. അപ്പോൾ ഇനി നല്ല മണം കിട്ടും. പിന്നെ കുരുമുളകും എല്ലാം പെരിഞ്ചീരകവും പട്ട ഗ്രാമ്പ് ഏലക്ക എല്ലാം കൂടി നല്ല ഞാൻ അരച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അടുപ്പ് ഓഫ് ചെയ്യാം. കുറച്ച് ചൂടാറാൻ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ടൈമില്ല, വിശന്നിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം നമുക്കിത് എടുക്കാട്ടോ. അപ്പോൾ കണ്ട, ഇതാണ് വെരി ടേസ്റ്റി, എത്രയും ഈസിലി കപ്പ ബിരിയാണി എന്നും പറയാം, കപ്പ ബീഫ് എന്നും പറയാം. നല്ല ടേസ്റ്റാട്ടോ അത്. നല്ല ടേസ്റ്റ്. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ആദ്യം ഇറച്ചൊക്കെ വറുത്തെടുത്ത് കഴിച്ചു, തനിയെല്ലാം കഴിച്ചു. ഇപ്പം അത് വായിലിടാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ്, എനിക്കറിയാം. അപ്പോൾ ഞാനത് കഴിക്കട്ടെ ചൂടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പാടുപെട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് കണ്ട് കമൻ്റ് ഇട്ട് ഇത് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. വളരെ ഈസിയാണ്, ഒന്നുമില്ല. തേങ്ങ വറുത്തരയ്ക്കണ്ട, തേങ്ങ വറുത്തിടണ്ട. ഇതുമാതിരി ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇതുമാതിരി ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എളുപ്പമുള്ള, വയ്യാത്തവർക്കും ചെറുപ്പക്കാർക്കും എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഓക്കെ, ബായ്.